അതെ, അതെ. 2, 3 ദിവസമായിട്ട് കഞ്ഞികുടി ആയതിന്റെ പേരില് ഒരാഴ്ച പനി പിടിച്ച് കിടന്നൊരു ഫീലാണ് ട്ടോ. അത് മാറ്റിയെടുക്കാനായിട്ട് ഇന്ന് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് ട്ടോ. മീൻകാരൻ ചേട്ടൻ രാവിലെ തന്നെ വന്ന് വിളിയോട് വിളി. അങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് ട്ടോ ചായ കുടിക്കാനിരിക്കുന്നത്. ചായ കുടിച്ച് കഴിഞ്ഞ് ചോറ്റിനുള്ള വെള്ളവും പിന്നെ ഒരു പപ്പാളി ജീവനില്ലാണ്ട് താഴെ വീണ് കിടക്കണ്ടായിരുന്നു. പാവം അതിനെ കളയണ്ടാന്ന് വിചാരിച്ച് അതിനൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടാണ് ട്ടോ നമ്മൾ മീൻ കഴുകാനായിട്ട് പുറത്തു വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് നല്ല മത്തിയും അയിലയാണ് കേട്ടോ. പൊന്നുകുട്ടിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മണം ഉണ്ടെങ്കിൽ ചോറുണ്ടെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അവൾക്ക് വേണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മീൻ വാങ്ങിച്ച് അങ്ങനെയെങ്കിലും 4 വായി ചോറുണ്ടോട്ടെ കുട്ടി എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ച് അതിനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ പാലെടുപ്പത്ത് വെക്കുന്നത്. എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ മറവിയുള്ള ഒരു കേസാണ്. അതിൻ്റെ പേരിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയ വഴക്കൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ട് വേഗം മീൻ കറിക്കുള്ള ഉള്ളി സവാളയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ എണ്ണ ഒഴിച്ച് നമ്മൾ എപ്പോഴും മീൻ കറി വെക്കുന്നത് പോലെ തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ കറിക്ക് തയ്യാറാക്കി മീൻ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞിട്ടാണ് മീൻ ഇടുന്നത് കേട്ടോ. മീൻ ഇട്ട് കഴിഞ്ഞ് പുറത്ത് ഭയങ്കര സൗണ്ട്. ഒരു മാതളങ്ങ ഒരാൾ തൊലിക്കുക, ഒരാൾ തിന്നുക, ഒരാൾ തൊലിക്കുക, ഒരാൾ തിന്നുക. അതിൻ്റെ പേരിൽ രണ്ടാളും കൂടി അടിയും. അങ്ങനെ തിന്നതിൻ്റെ ബാലൻസിനായിരുന്നു മാതളങ്ങ കൊണ്ടുവന്ന് ജ്യൂസ് ഇട്ട് 2 പേർക്കും കുടിക്കാൻ കൊടുത്തു കേട്ടോ. കുടിക്കാൻ കൊടുത്ത് ഞാൻ കുടിക്കാൻ നിന്നില്ല. ഞാൻ മീൻ വറുക്കാനായിട്ട് വന്നു. അപ്പോൾ ഓൾറെഡി പെസ്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം മീൻ വറുത്ത് ചോറും മീൻ വറുത്തതും പപ്പായ തോരനും നല്ല മീൻ കറിയും കൂട്ടി അവർക്ക് ലഞ്ച് കൊടുത്തു. അപ്പോൾ അത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.